ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ നട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു പോളി ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഹൗസ് എന്ന് തന്നെ പറയാം. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ആ വീഡിയോസൊക്കെ നമുക്ക് ഇന്ന് കാണാം. എൻ്റെ കാലിനൊന്നും വീണിട്ട് ഒരു കാലിന് കുറച്ച് ദിവസം റെസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാഞ്ഞത്. പിന്നെ പ്ലാന്റ് അയക്കേണ്ടവർക്ക് സെയിലിൻ്റെ പ്ലാൻസൊക്കെ നമ്മൾ ഈ മാസം ആദ്യം തൊട്ട് നമ്മൾ അയച്ചു തുടങ്ങിയായിരുന്നു. അങ്ങനെ അതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം. പിന്നെ അടുത്ത മാസത്തെ നമ്മൾ ലാസ്റ്റ് വരെ നമ്മൾ സെയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പ്ലാൻസുകളാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ UV ഷീറ്റിൻ്റെ എല്ലാ വർക്കുകളും ചെയ്ത് തന്നിരിക്കുന്നത് കൊല്ലം മരുതമേൻപള്ളിയിലുള്ള ഒരു ടീമാണ്. നമ്മൾ നേരത്തെ യൂട്യൂബിൽ ഹജർ ഗാർഡൻ എന്ന് പറയുന്നൊരു ഗാർഡൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇപ്പോഴും നേരത്തെയൊക്കെ ചെയ്ത് കൊടുത്തതെല്ലാം ഇവർ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോളി ഹൗസ് ഉണ്ടാക്കണമെങ്കിലും അതുപോലെ തന്നെ ഗാർഡൻ നടത്തുന്നവരാണെങ്കിലും എല്ലാം നമുക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല രീതിയിൽ അവർ എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യം എന്തൊക്കെ പറയുന്നോ അതനുസരിച്ച് ടേബിളുകളും അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ ചെടി വെക്കാനുള്ള സ്റ്റെപ്പായിട്ടും എല്ലാം അവർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ വീടിനോട് ചേർന്ന് പുറയിലായിട്ടുള്ള വസ്തുവാണിത്. ഇവിടെ കയറാനായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. ഇവിടാണ് നമ്മളിപ്പം പോളി ഹൗസ് വെക്കാൻ പോകുന്നത്. പോളി ഹൗസ് വെച്ചു, ഇതിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഘട്ടഘട്ടമായിട്ട് കാണിക്കുന്നതായിരിക്കും. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെച്ചർ കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ UV ഷീറ്റ് ഇടും. UV ഷീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ബ്ലാക്ക് നെറ്റാണ് മേളിലും സൈഡിലും എല്ലാം കൊടുക്കുന്നത്. എന്നുവെച്ചാൽ പ്ലാന്റ്സ് നമ്മൾ പിന്നീട് വീഡിയോസൊക്കെ എടുക്കുമ്പം പ്ലാന്റ്സിന് ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാക്ക് നെറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തറയെല്ലാം നമ്മൾ നിരപ്പാക്കിയതിന് ശേഷം തറയിലിടുന്ന ഒരു നെറ്റുണ്ട്, ബ്ലാക്ക് നെറ്റ്. അത് നമ്മൾ വിരിക്കും. അതാകുമ്പോൾ പിന്നീട് പുല്ല് കളിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളം പക്ഷേ ഡയറക്റ്റ് താഴോട്ട് ഇറങ്ങിപ്പോവും. പിന്നെ ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് ചെടികൾ നടാനായിട്ട് വിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഇത് നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറയിലായിട്ട് കാണുന്നത് ഒരു ഷെഡാണ്. നമ്മൾ പ്ലാന്റ്സിൻ്റെ സാധനങ്ങൾ എന്ന് വെച്ചാൽ പോട്ട്, കൊക്കോ പീറ്റ്സ്, വളങ്ങൾ ഇതൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു ഷെഡ് നമ്മൾ തൊട്ട് പുറയിൽ ചെറുതായിട്ട് കാണുന്നത് അതാണ് കേട്ടോ. നമ്മളിതിനകത്ത് കൂടുതൽ ഹാങ്ങിങ് മേളിലിടാനായിട്ട് ഹോൾസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ കൂടുതൽ ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റുമാണ്. അതുമാത്രമല്ല സ്ട്രക്ചർ നമ്മൾ ഒരുപാട് ഹാങ്ങിങ് ഇട്ട് കഴിഞ്ഞാലും അത് തൂങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹാങ്ങിങ് മുകളിൽ കൊടുക്കാതെ ഈ സൈഡിലായിട്ട് നമ്മളൊരു ഹാങ്ങിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് സ്ഥലത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഹാങ്ങിങ്ങിന് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ കുറേ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്ലാന്റ്സ് വെക്കാനായിട്ട്. കുറേ സ്റ്റാൻഡുകൾ നമ്മൾ അവരെ കൊണ്ട് പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടേബിള്, ചെയർ, പിന്നെ ഇതുപോലെ ഇത് തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നീളത്തിലുള്ള ടേബിൾസാണിത്. ഇവിടെയൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റ്സ് വെക്കാനൊക്കെയുള്ള താഴേലും മുകളിലും വെക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. ഇവിടെ സ്റ്റാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ പോട്ട്സോ കൊക്കോ പീറ്റ്സൊക്കെ ബ്ലോക്സൊക്കെ വെക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ തറയിൽ നമ്മൾ ഈ ബ്ലാക്ക് മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വളങ്ങളൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ പാറയൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇടുങ്ങി വീണ പാറയൊക്കെ കിടപ്പുണ്ട്. ഇത് നേരത്തെ ഇടുങ്ങി വീണു, നമ്മൾ ഈ വസ്തു മേടിക്കുന്നതിന് മുമ്പേ ഇടുങ്ങി വീണ് കിടക്കുന്നതാണ്. നമ്മുടെ ഇവിടെയുള്ള തറയൊക്കെ ഒന്ന് ലെവലാക്കണം. ഈ പുല്ലുകളൊക്കെ ഒന്ന് ചെത്തി വാരി ഒന്ന് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതിൻ്റെ പണി നമ്മൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്കൊരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസ് എല്ലാം പുറകെ വരുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.